ട്രേഡർ നമ്മുടെ മന്ത്ലി ഉണ്ടാവുന്ന ഒരു കോമൺ സബ്മിറ്റ് ആണ്. നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് അതേപോലെ ഇപ്പൊ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇതിൽ ജോയിൻ ആയിട്ടുണ്ട്. എനിവേ എല്ലാവരും അടിപൊളിയായിട്ട് ട്രേഡ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ലാസ്റ്റ് വീക്ക് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടായിരുന്നു. അവർ നന്നായിട്ട് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നെക്സ്റ്റ് വീക്കിലും എല്ലാവർക്കും നന്നായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റട്ടെ, അതേപോലെ സൂപ്പർ വീക്ക് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഇപ്പോ കറന്റ്ലി ഇവിടെ ലൈവില് ചെയ്യുന്നവരുണ്ട്, ഡെമോയില് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ലൈവില് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെമോയിലുള്ള പ്രാക്ടീസ് കൃത്യമായിട്ട് കൊണ്ടുപോവുക. അതേപോലെ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് കെയർഫുള്ളി മാത്രം ട്രേഡിനെ കൊണ്ടുപോവുക. നമുക്ക് ഇന്ന് കുറച്ച് സ്ട്രാറ്റജീസ് ഒക്കെ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാം. എനിവേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ പറയാനുള്ളത് നമ്മൾ ന്യൂസിൽ അവെയർ ആയിരിക്കുക. ന്യൂസിൽ അവെയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആസ് എ ട്രേഡർ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ആസ് എ ട്രേഡർ നമ്മൾ എപ്പോഴും ഒന്ന് അപ്ഗ്രേഡ് ആയിരിക്കുക. അതേപോലെ നമ്മൾ എന്ത് റീജിയണൽ ഇഷ്യൂസ് ഒക്കെ നമ്മൾ അവെയർ ആയിരിക്കുക. നമ്മൾ ജസ്റ്റ് ഫോറക്സ് ഫാക്ടറിയിലുള്ള ന്യൂസസ്, ഡോളറിന്റെ ന്യൂസസ് അല്ലാതെ നമ്മൾ പുറത്ത് നടക്കുന്ന കറന്റ്ലി ഇഷ്യൂസ് ഒക്കെ നമ്മളെ മാർക്കറ്റിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ആ ന്യൂസസ് ഒക്കെ നമ്മൾ അവെയർ ആയിരിക്കുക എന്ന് വിചാരിക്കുന്നു. അവെയർ അല്ലാത്തവര് ആ ന്യൂസസ് ഒക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഇന്ന് നെക്സ്റ്റ് വീക്കിൽ നമ്മളെ മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സാർ മാർക്കറ്റ് അനാലിസിസ് നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ആസ് എ ട്രേഡർ നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഷഫ്നാസ് സാറും പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സാദ് സാർ ഇൻവൈറ്റ് ചെയ്യാണ്. ഹാപ്പി വെൽക്കം സാദ് സാർ. ഹായ്, ഹലോ മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിലിപ്പോൾ കറന്റ് നമ്മളെ ലൈവ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ ഡെമോയിലും ട്രേഡ് ചെയ്ത് പോകുന്നവരുണ്ട് അല്ലേ. എല്ലാവരും അടിപൊളിയായിട്ട് പിന്നെ പോകുന്നുണ്ട് എന്ന് കരുതാണ്. എനിവേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കൊക്കെ പിന്നെ വിഡ്രോ കൊടുത്ത സ്റ്റുഡൻസ് ഉണ്ട്, അടിപൊളിയായിട്ട് നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ട്, ഇപ്പോൾ കറന്റ് നമ്മളെ ബാച്ച് റണ്ണിങ്ങിലുള്ളവരുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും ട്രേഡ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞ ഈ ഒരു വീക്ക് നല്ല അപ്പിലേക്കുള്ള ബൂമിങ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഈ കഴിഞ്ഞ വീക്ക് പിന്നെ കംപ്ലീറ്റ്ലി നമ്മൾ വീക്ക് ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡ് ആണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2, 3, 4, 5 കുറച്ച് ആഴ്ചകളുടെ ഇടയിൽ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു അപ്പിലേക്കുള്ള ബൂമിങ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അതുപോലെ TP ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പിന്നെ ഈവനിങ് ടൈം എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ കഴിഞ്ഞ വീക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീക്ക് ഒരു ഈവനിങ് എനിക്ക് തോന്നുന്ന ന്യൂസ് വന്നിട്ടുള്ളത് 4:30, 4 o'clock ആ ഒരു ടൈമായിരുന്നു. ആ മുമ്പ് ഫോറക്സ് ഫാക്ടറിയിൽ അപ്ഡേറ്റഡ് അല്ലെങ്കിലും ആ ഒരു ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂസ് സെക്ഷനിൽ ആ ന്യൂസ് എന്തായിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് അപ്ഡേറ്റ് ആയ ഉടനെ തന്നെയാണ് ഒരു ബിഗ് ബൂമിങ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു അപ് ട്രെൻഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ടൈം എല്ലാവരും ട്രേഡ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് മോർണിംഗ് ടൈം അല്ലെങ്കിൽ പിന്നെ ഒരു ആഫ്റ്റർനൂൺ ആ ടൈമൊക്കെ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വെച്ച് നല്ല പ്രോപ്പർ ഡിസിപ്ലിനിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഏകദേശം മനസ്സിലാക്കാനും അത് ഏകദേശം നമുക്ക് എന്താണ് അപ്പാണോ അല്ലെങ്കിൽ ഡൗൺ ആണോ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. പക്ഷേ ഈവനിങ് ടൈമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പിന്നെ പറയാനോ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാം, എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ ഒരു പെട്ടെന്നുള്ള ന്യൂസ് എഫക്റ്റ് അതൊക്കെ മോസ്റ്റ്ലി ഉണ്ടാവുക അപ്പോഴാണ് ഈവനിങ് ടൈമാണ് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ആ ഒരു ടൈമൊക്കെ ട്രേഡിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രോപ്പർ പിന്നെ റിസ്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങളൊക്കെ ഇറങ്ങാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ ഗോൾഡൻ റൂളിൽ നിങ്ങളെ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ട്രേഡിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട സംഗതികളിൽ പെട്ടതാണ് പിന്നെ നമ്മൾ ലോട്ടും അതുപോലെ സ്റ്റോപ്പ് ലോസ്. പിന്നെ ഒരു കാര്യമാണ്, ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻസിൽ എല്ലാവരിലും വരുന്നൊരു ബിഗ് മിസ്റ്റേക്ക് ആണ്, നമ്മൾ മാക്സിമം നമ്മൾ പറഞ്ഞിട്ടുള്ള ട്രേഡിന്റെ കൗണ്ട് എന്നുള്ളത് 2 ട്രേഡ്സ് ആണ്. അറ്റ് എ ടൈം 2 ട്രേഡ്. അത് ഒക്കെ ഡിപ്പെൻഡ് ഓൺ ക്യാപിറ്റൽ ആണ് വരിക. അപ്പൊ അറ്റ് എ ടൈം 2 ട്രേഡ് ആകുന്ന സമയത്ത് നമ്മളെ ക്യാപിറ്റൽ എപ്പോഴും സേഫ് ആയിരിക്കും. ഈ ഒരേ പൊസിഷനിൽ 2 ട്രേഡ് എന്നുള്ളതല്ല, ഡിഫറെന്റ് പൊസിഷനിൽ നമ്മൾ 2 ട്രേഡ്സ് എടുത്ത് ആ 2 ട്രേഡ്സ് നമ്മൾ ബൈ ഇട്ട സമയത്ത് അത് ലോസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് ഇനഫായ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരിക്കലും സ്റ്റോപ്പ് ലോസ് വെക്കാതെ ചെയ്യരുത്. പക്ഷെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പിന്നെ ഗോൾഡ് ആയതുകൊണ്ട് തന്നെ തിരിച്ച് അപ്പിലേക്ക് വരും എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ ട്രേഡ്സ് ഒക്കെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ പറ്റുന്ന മിസ്റ്റേക്ക് ആണ്, നമ്മൾ പ്രത്യേകിച്ച് ഒരു കണക്കും കയ്യും ഇല്ലാതെ ലോസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ട്രേഡ്സ് പാനിക് ആയിട്ട് അടിച്ചിടും. പിന്നെ അത് ലോസിലേക്ക് പോകുമ്പോഴാണ് അയ്യോ പറ്റിപ്പോയി എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആരും എത്താൻ പാടില്ല. നമ്മളെ അടുത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ഒരു കാൽക്കുലേഷൻ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നതിലാണെങ്കിലും നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണെങ്കിലും നമ്മളെ പിന്നെ നമ്മളിപ്പോ ഇവിടുന്ന് സാർ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും ഇത്രയാണ് ലോസിന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത്രയാണ് പ്രോഫിറ്റിന് എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ ഒരു പിന്നെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങളേതായുള്ള രീതിയിൽ അതിനെന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ശ്രമിക്കണം. ആ രീതിയിലാണ് ട്രേഡ്സിനെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈവനിങ് ടൈം എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഈവനിങ് ടു പിന്നെ അങ്ങോട്ട് ആ ഒരു ന്യൂയോർക്ക് സെഷൻ ടൈം ട്രേഡ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം നമ്മളൊക്കെ ഒരു ചെറിയൊരു ക്യാപിറ്റൽ, ഒരു 10,000 അല്ലെ 5,000 അല്ലെങ്കിൽ അതിന്റെ താഴേലേക്കുള്ള ഒരു ക്യാപിറ്റലിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും നമ്മളെ ക്യാപിറ്റലിനെ പിന്നെ നമ്മൾ റിസ്ക് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് വീക്ക്, ഈ വരുന്ന വീക്ക് തിങ്കളാഴ്ച മുതലുള്ള ന്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നാളെ പിന്നെ USDക്ക് ന്യൂസ് ഉണ്ട്, ഓറഞ്ച് ആണ്. പിന്നെ മൺഡേ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ സാറ്റർഡേ സൺഡേ ഇന്നിപ്പം ഇന്നലെയൊക്കെ എന്തുണ്ടായിട്ടുണ്ട്, ന്യൂസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ട്രംപ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ന്യൂസ് ഒക്കെ നമുക്ക് പിന്നെ investing.com അതുപോലെ ഫോറക്സ് ഫാക്ടറിന്റെ തന്നെ ന്യൂസ് സെഗ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നലെയും പിന്നെ ഇന്നൊക്കെ ആയിട്ടുള്ള ന്യൂസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ന്യൂസിന്റെ എഫക്റ്റുകളൊക്കെ എന്തുണ്ടാവും, മൺഡേ മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും വേണം. പെട്ടെന്നുള്ള ബൂമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സാറ്റർഡേ സൺഡേ ഉള്ള ന്യൂസിന്റെ എഫക്റ്റ് ഗോൾഡിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് അവെയർ ആകുന്നത് എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. പിന്നെ നാളെ 10 മണിക്ക് UAE ടൈം രാത്രി 10 മണിക്ക് ന്യൂസ് ഉണ്ട്. പിന്നെ നമ്മൾ ചൊവ്വാഴ്ചയിലേക്ക് വരികയാണെങ്കിലും ഈവനിങ് ടൈം ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ന്യൂസിന്റെയും ഉള്ളിലേക്ക് ഇറങ്ങി പിന്നെ ചെല്ലുന്നില്ല. അപ്പോൾ ആ ന്യൂസുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവെയർ ആവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ചൊവ്വാഴ്ച 6 മണിക്ക് 3 ന്യൂസ് ഉണ്ട്. അപ്പോൾ 2 യെല്ലോ 1 ഓറഞ്ചും ആണ്. അപ്പോൾ 2 യെല്ലോ ആണെങ്കിൽ പോലും 3 ന്യൂസ് ഒക്കെ ഒരുമിച്ച് വരുന്ന സമയത്ത് അതിന്റെ എഫക്റ്റ് ചിലപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക. വെനസ്ഡേ നല്ലോണം അവെയർ ആയിരിക്കുക. വെനസ്ഡേ 4:30ക്ക് നമ്മൾ ഫോറസ്റ്റ് ഫാക്ടറി നോക്കുകയാണെങ്കിൽ 4:30ക്ക് നല്ല ന്യൂസസ് എന്തുണ്ട്, 2 റെഡ് ന്യൂസ് 1 ഓറഞ്ച് ന്യൂസ് പിന്നെ അങ്ങോട്ട് യെല്ലോ നല്ല രീതിയിൽ ന്യൂസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും ചിലപ്പോൾ ട്രെൻഡ് വരെ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഫോറക്സ് ഫാക്ടറിയിലുള്ള ന്യൂസസ് ഓരോന്നും പിന്നെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് പിന്നെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുക. അപ്പോൾ സപ്ന സാർ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ സാർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്ത് തരും, നിങ്ങൾക്ക് പറഞ്ഞു തരും. എനിവേ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സാർ ഓഡിബിൾ ആണല്ലോ അല്ലേ സർ? ഓഡിബിൾ. ഓക്കെ. സോ നമ്മള് കുറച്ച് ബാച്ചുള്ളവരാണ് ഇപ്പൊ സൂമിലുള്ളത്. സോ നമ്മള് പിന്നെ എല്ലാ വീക്കും പിന്നെ ഇങ്ങനെ പ്ലാനിങ് ചില വീക്കുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ ട്രേഡിലോട്ടേക്ക് ഇറങ്ങുമ്പോൾ പലർക്കും സംഭവിക്കുന്ന പ്രധാന പ്രോബ്ലം
ലൈവിലും ഡെമോയിലും നമുക്ക് സംഭവിക്കും. നമ്മളൊരു അൺപ്ലാൻഡ് ട്രേഡ്സ് എടുത്ത് പോകുന്നതുകൊണ്ടാണ് പലർക്കും എന്താവുന്നത്, നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. സക്സസിനൊറ്റ ഫോർമുലയേ ഉള്ളൂ, നമ്മൾ പ്ലാൻഡ് ആയിരിക്കുക, നമ്മളെ മൈൻഡിനെ നമ്മളെ കൺട്രോളിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ട്രേഡിങ്ങിൽ നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും ഒരൊറ്റ റീസണിലേ നമുക്ക് എന്ത് വരുള്ളൂ, നമുക്ക് നഷ്ടങ്ങൾ വരുള്ളൂ. അതായത് നമുക്കിപ്പോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല, സ്റ്റോപ്പ് ലോസ് അടിയുന്നു, അല്ലെങ്കിൽ നമുക്ക് ലോട്ട് മാറി, അതൊക്കെ പ്രശ്നം എവിടെയാണ്? ഇറ്റ്സ് ഓൺലി മൈൻഡാണ്. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ ജേർണിയിൽ ഇങ്ങനെ സഞ്ചരിച്ചവരും സഞ്ചരിച്ചു പോകുന്നവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ്. അപ്പൊ അവിടെ എവിടെയോ നമുക്ക് എന്തുണ്ട്, പിന്നെ അവിടെ ഒന്നും കൂടി ചിലപ്പോൾ പണിയെടുക്കേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീക്കെൻഡ് സെഷൻ എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് മോഡലിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് പിന്നെ ഒരു ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഇരിക്കേണ്ടത്. അപ്പോൾ പുതിയ 2-3 പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. കാരണം പലരും ലൈവിൽ ലാസ്റ്റ് വീക്ക് ഒരുപാട് പ്രോഫിറ്റ് എടുത്തവരുണ്ട്, നല്ല പ്രോഫിറ്റ് എടുത്ത് ബ്യൂട്ടിഫുൾ ആയി പോയവരുണ്ട്. ദെൻ അതുപോലെ തന്നെ പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്തവരൊക്കെ ഉണ്ട് ലാസ്റ്റ് വീക്ക്. കാരണം പലരും നമ്മൾ പേഴ്സണലി ഇവിടെ ലേമെന്റേഴ്സിനൊക്കെ കണക്ട് ചെയ്തപ്പോൾ പറഞ്ഞവരുണ്ടായിരുന്നു. കാരണം പിന്നെ ലേമെന്റേഴ്സിനെ കണക്ട് ചെയ്യുന്നവർക്ക് അവർ നല്ല ഫീഡ്ബാക്ക് പറയുന്നത്, അതായത് അവർക്ക് പിന്നെ രാവിലെ തന്നെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നുണ്ട്. കാരണം ലാസ്റ്റ് വീക്ക് ഉണ്ടായ, അല്ലെങ്കിൽ ലാസ്റ്റ് 2 വീക്കിലുണ്ടായ മാർക്കറ്റിന്റെ അപ്പൊക്കെ നന്നായിട്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അതൊക്കെ എന്തായിട്ടുണ്ട്, പിന്നെ പലർക്കും നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും, നമ്മൾ ഇവിടെ ഉള്ള പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും സക്സസ് നമ്മളിങ്ങനെ ഇങ്ങനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് നമുക്ക് എന്തായിരിക്കും വലിയ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീക്കെൻഡ് സെഷനൊക്കെ മെയിൻലി പ്ലാൻ ചെയ്യുന്നത്. ഒന്നാമത് നമ്മൾ പിന്നെ ഇന്ന് നമ്മൾ ഒരു ടാസ്ക്, അപ്പൊ ഇന്ന് സെഷൻ കഴിയുന്നതോടുകൂടി ഒരു പുതിയൊരു തീരുമാനം എടുക്കണം. അടുത്ത ആഴ്ചയുള്ള കംപ്ലീറ്റ് ന്യൂസ് നമ്മൾ ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉറപ്പായിട്ടും നമ്മൾ പോയിട്ട് അലാറത്തിൽ പോയിട്ട് സെറ്റ് ചെയ്യണം. കാരണം ലൈവിലുള്ളവർ കമ്പൽസറി ആയിട്ട് ചെയ്യണം. കാരണം എന്താവരുത്, അന്ന് രാവിലെ അല്ലെങ്കിൽ ലൈവ് മെന്റർ പറയുമ്പോൾ ആവരുത് എന്താക്കണത്, പിന്നെ നമ്മൾ ഇന്ന് ന്യൂസ് ഉണ്ടല്ലോ, ന്യൂസ് പോയതിനു ശേഷമാണ് അയ്യോ ഞാൻ ന്യൂസിലേക്കാണല്ലോ എന്നുള്ള തോട്ട് വരാൻ പാടില്ല. നമുക്ക് എന്ത് വേണം, ഇന്ന് നമ്മൾ രാത്രി പിന്നെ സെഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ അടുത്ത വീക്ക് നടക്കാൻ പോകുന്ന കംപ്ലീറ്റ്ലി ഓൾറെഡി റെക്കോർഡിക്കലായ ന്യൂസുകളൊക്കെ എന്ത് വേണം, നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ആ ടൈമിൽ നമ്മൾ അലാറമോ കാര്യങ്ങളോ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ലൈവിലുള്ളവർ ഇപ്പോഴേ ശീലിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ പലർക്കും നമ്മളിങ്ങനെ പിന്നെ ഡെമോയിലും കാര്യത്തിലൊക്കെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ലൈവിൽ ഇറങ്ങുമ്പോൾ മെന്റേഴ്സ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ മ്യൂട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ മൈൻഡിനെ കിട്ടിയാൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് സക്സസ് ഫോർമുല നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മൈൻഡിന് നമ്മളെ കൺട്രോളിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഒരാൾ നമ്മളെപ്പോഴും നമ്മളൊന്നിങ്ങനെ പിന്നെ ഒന്ന് റിഫോം ചെയ്യാൻ നമ്മളോടൊപ്പം എപ്പോഴും പോകണം. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് മെന്റേഴ്സിനെ നമ്മൾ ഇവിടെ സ്ഥിരമാക്കി വെച്ചത്. അപ്പൊ പലരും അതെന്താക്കണില്ല, അത് ഉപയോഗപ്പെടുത്തുന്നില്ല. ആ ഒരു സംഗതി കൂടി ഒന്ന് നോട്ട് ചെയ്യേണ്ടിയിട്ടാണ്. അത് കാരണം ലൈവിൽ ഇറങ്ങുമ്പോൾ നമ്മൾ കാരണം നിങ്ങളെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര വേണമെങ്കിലും എടുക്കണം. പക്ഷെ എന്ത് വേണം, നമ്മൾ ഇവിടുന്ന് പിന്നെ ലൈമെന്റേഴ്സും കാര്യങ്ങളൊക്കെ തരുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ പാലിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അതിന്റെ വിക്ടിംസ് ഒക്കെ ലാസ്റ്റ് വീക്കൊക്കെ ഉണ്ടായിരുന്നു. യെസ്, നമുക്ക് 2-3 പേര് പിന്നെ ഇന്നെന്തുണ്ട് പിന്നെ ജോയിൻ ആയത് ഇപ്പൊ ലാസ്റ്റ് വീക്ക് നന്നായിട്ട് പ്രോഫിറ്റ് എടുത്തവരിൽ ഞാൻ സെലക്റ്റീവായ 2-3 പേര് എന്താക്കിയിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, മനീഷ് ഭായ് ഓഡിബിൾ ആകാൻ പറ്റുമോ? മനീഷ് ഇവിടെ ഉണ്ടോ? ഹലോ സർ. യെസ്, മനീഷ് ബ്രോ, Yes, yes. 49th ബാച്ച് ആണല്ലേ? അതെ 49th. അപ്പോ ലാസ്റ്റ് ഞാൻ വീക്കാണ് നിങ്ങളെ ഫസ്റ്റ് വിഡ്രോലൊക്കെ കൊടുത്തു, ഫസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് വിഡ്രോയിൽ പോകുന്നുണ്ട്. ഓക്കെ, അതായത് ലൈവില് പിന്നെ നമ്മള് പിന്നെ അതായത് നമ്മൾ ഇറങ്ങി ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ലൈവ് മെന്റർ പലരും ഉപയോഗിക്കണില്ല. അതായത് ഉപയോഗിക്കുന്നില്ല പറയുമ്പോൾ പലരും അവര് പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോ പിന്നെ ലൈവിൽ ഇറങ്ങിയപ്പോൾ ഒരു ഫീലിങ്സും ഫസ്റ്റ് വിഡ്രോലിന്റെ ഒരു ഫീലിങ്സും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നല്ല ലൈവിൽ ഇറങ്ങിയാണ് നമ്മള് ട്രേഡ് ചെയ്യേണ്ടതെന്ന് തോന്നണം നമുക്ക്. ശരിക്കും പറഞ്ഞ ലൈവിൽ ഇറങ്ങണം. ഡെമോയിൽ തന്നെ നമ്മൾ 1 മാസം ചെയ്യണ, ഒരു ആഴ്ചയിൽ ചെയ്യണ എക്സ്പീരിയൻസ് വേറെയാണ് ശരിക്കും. അത് ലൈവിൽ ഇറങ്ങി കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഞാനിപ്പോ മോർണിംഗിലാണ് ട്രേഡ് ചെയ്യണത്. നമ്മുടെ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാച്ചിങ് മാത്രമേ ഉള്ളൂ, ഇറങ്ങി വരും. പിന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. അത് ഇങ്ങനെ ട്രൈ ചെയ്ത് പഠിച്ചു വരട്ടുള്ളൂ ശരിക്കും.
അതെ, ഞാൻ ഹിസ്റ്ററിയൊക്കെ മാക്സിമം ചെക്ക് ചെയ്തപ്പോ പിന്നെ വലിയ പ്രശ്നങ്ങളില്ല. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഇത് നമുക്ക് അതിന്റെ പിന്നെ രാവിലെ ചെയ്ത് പോകുന്നതുകൊണ്ട് എന്താവുന്നുണ്ട്, വലിയ അതെ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. സോ അതെ പിന്നെ രാവിലെ നമുക്ക് കുറച്ചും ലൈമെന്റേഴ്സിനെ റീഡ് ചെയ്യാൻ പറ്റും. ഞാൻ മനീഷിനെ പ്രത്യേകം വിളിക്കാം, കാരണം ലൈമെന്റേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. യെസ് അപ്പൊ യെസ് അതൊന്നും അത് പലരും കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിക്കാറില്ല. ശരിക്കും അത് ബെനിഫിറ്റ് ആയി. കാരണം എന്നോട് ചോദിച്ചു ന്യൂസ് ഉണ്ട് പ്രോഫിറ്റ് എടുത്തോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു $10 മേളിൽ $13 പ്രോഫിറ്റ് ആയി. എന്നാ പിന്നെ നിർത്തിക്കോ, ഇനി നമുക്ക് ന്യൂസ് ഉണ്ട് പ്രശ്നമാണോ എന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, വാച്ച് ചെയ്തു. അങ്ങനെ കണ്ടു അത് ഇങ്ങനെ കയറി പോണത്. യെസ്. അപ്പോ ഇത് പലരും ആ ഒരു അപ് ട്രെൻഡിൽ എന്തായിട്ടുണ്ട്, ലൈവിലുള്ളവരൊക്കെ പെട്ടുവാണ്. കാരണം ഞാൻ പലരോട് പറഞ്ഞിട്ടായിരുന്നു, ഇപ്പൊ ഞാൻ ആരും പേരെടുത്ത് പറയാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ അവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കരുത്. കാരണം നമ്മൾ പറയുന്ന സംഗതികൾ, അത് ന്യൂസ് വരും എന്നുള്ളതോ അല്ലെങ്കിൽ മുന്നേ നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് അത് പാലിക്കാൻ ശ്രമിക്കണം. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, താഴെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് ഗോൾഡ് അത്യാവശ്യം ഡൗൺ ഉള്ള സമയത്ത് നമ്മൾ എന്ത് വേണം, ഒരു ഡൗൺ ഉള്ള സമയത്ത് ഒരു ബൈ ഒക്കെ എടുത്ത് വെക്കണം. പിന്നെ എന്തായാലും കയറും എന്നുള്ളത് നമുക്കറിയില്ല, കാരണം ഗോൾഡ് ആണ്. പിന്നെ കയറി പോകും എന്നുള്ളത് നമ്മൾ പിന്നെ പലപ്പോഴും കാണുന്ന സംഗതിയാണ്. അപ്പോ അത് പിന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് മാറിയിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ, ഒരു 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 സിമ്പിൾ മെസ്സേജ്. അതെ 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 കറക്റ്റ്. ഇത് വളരെ നല്ലതാണ്. ഗുഡ് കാരണം നമ്മൾ ഗുഡ് ഗുഡ്. രാവിലെ തന്നെ ഒരു $10 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം നമ്മൾ 2 വീക്കിലേക്കാണല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. അതെ അതെ, ഇത്രയും ഡോളർ ഒരു 200 അല്ലെങ്കിൽ അതിന് താഴെയായിട്ട് വിഡ്രോ ചെയ്യാവുന്ന രീതി, 200 വിഡ്രോ ചെയ്യുന്ന രീതിയിൽ ഗുഡ് ഗുഡ് ഒത്തിരി ഗുഡ്. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. ഹാപ്പി ഓണം, നന്നായി ബ്യൂട്ടിഫുൾ പോകുന്നുണ്ട്. ആയിട്ട് പോട്ടെ. ഹാപ്പി ഞാൻ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്, കാരണം പലരും എന്താവണില്ല, നമ്മളിപ്പം നിങ്ങൾ ഇവിടെ എല്ലാവരും ഫീസൊക്കെ അടച്ചു പോയാലും, കാരണം പിന്നീട് ഒരുപാട് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ സാർ ഞാൻ അന്ന് ലോസ് ആക്കി പോയി സാർ എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം നമ്മളെ പിന്നെ കാരണം നമ്മളിവിടെ ലൈവിൽ മെന്റേഴ്സിനെ വെക്കണത്, കാരണം പിന്നെ പലർക്കും അറിയാലോ, കാരണം ഞാൻ ഒറ്റ റീസൺ കൊണ്ടേ നമുക്ക് നഷ്ടം വരുള്ളൂ. ആ റീസൺ എന്നുള്ളത് നമ്മളെ മൈൻഡിനെ നമ്മളെ കയ്യിൽ, സക്സസിന്റെ ഫോർമുല നമ്മളെ മൈൻഡിനെ നമ്മളെ കൺട്രോളിൽ അല്ല കയ്യിലെത്തിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് എന്ത് വേണം, നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാൾ മുകളിൽ, ഇപ്പൊ അത് എത്ര വലിയ ആളായിക്കൊള്ളട്ടെ, നിങ്ങൾ എത്ര എമൗണ്ടിൽ ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, 1000 ചെയ്യുന്ന ആയിക്കൊള്ളട്ടെ, നമ്മൾ $10,000 അല്ലെങ്കിൽ $1,00,000 ചെയ്യുന്ന ആളായിക്കൊള്ളട്ടെ, നമുക്ക് എന്ത് വേണം, നമുക്ക് മുകളിൽ ഒരു മെന്ററിനെ വെക്കണം. അത് എന്താവണം, കൃത്യമായിട്ട് പലരും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് യൂസ് ചെയ്തപ്പോൾ ഉള്ളൊരു പിന്നെ ബെനിഫിറ്റ് ഒക്കെയാണ് ഇപ്പം മനീഷ് ഭായ് ഷെയർ ചെയ്യപ്പെട്ടത്. സോ താങ്ക് യു സോ മച്ച് മനീഷ് ബ്രോ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു സെക്കൻഡ് ഫേസ് ഞാൻ എപ്പോഴും ലാസ്റ്റ് പിന്നെ നമ്മളെ സെഷനിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു, നമ്മൾ പിന്നെ ഫോറക്സിന്റെ അൾട്ടിമേറ്റ് നമ്മൾ തൊടാൻ പറ്റണം. അതായത് നമ്മളൊരു 1% പ്ലാന് നമ്മൾ ആദ്യത്തെ നമ്മൾ ഇട്ട എമൗണ്ട് മൊത്തം തിരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സെക്കൻഡറി അല്ലെങ്കിൽ ഇതിന്റെ പ്രോഫിറ്റ് നമ്മൾ ഒരു 1000-ന്റെ 2000-ന്റെ പ്ലാൻ നമ്മൾ എന്താക്കണം, വർക്ക്. അതായത് നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് എടുത്തതിന് ശേഷമാണ് എന്താക്കേണ്ടത്, സെക്കൻഡ് ഫേസ് നമ്മൾ ആ 1%-ന്റെ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള ഡെയിലി 1% എടുക്കേണ്ട സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് ലൈവിൽ ഇറങ്ങി നമ്മൾ ലൈവിന്റെ എക്സ്പോഷർ ഒക്കെ കിട്ടി, നമുക്ക് ഇതിൽ നിന്ന് നമ്മളൊരു പോക്കറ്റ് മണിക്കുള്ള എമൗണ്ട് ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ അത് ഇപ്പോൾ സെക്കൻഡ് ഫേസ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. കാരണം ആദ്യം തന്നെ കയറിയിട്ട് ഒരു ദിവസം പിന്നെ $10 എടുക്കുന്ന സെഗ്മെന്റുകൾ എന്താവരുത് നമ്മൾ കൊണ്ടുവരുത്. കാരണം എന്നും 1% എന്നുള്ളൂ. കാരണം നമ്മൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാരണം എടുക്കാതെ നമ്മളൊരു 10-30 എടുക്കാതെ പോയി ഒരു ദിവസം നമ്മളെ കൈ തട്ടി എങ്ങനെയോ മാറി അറിയാതെ നമ്മൾ പിന്നെ അത് എന്തായി പോയി, നമ്മുടെ ഒന്ന് ബ്രേക്ക് ഔട്ട് ആയി പോകുമ്പോൾ നമ്മൾ ഭയങ്കര വിഷമത്തിലോട്ടേക്ക്, കാരണം നമ്മൾ ട്രേഡ് തന്നെ ചിലപ്പോൾ നമുക്ക് വെറുത്തു. അപ്പൊ നമ്മൾ ആദ്യത്തെ എമൗണ്ട് മൊത്തം റിട്ടേൺ എടുത്തതിന് ശേഷം നമുക്ക് എന്താ പാടുള്ളൂ, നമ്മൾ സെക്കൻഡ് ഫേസ് ആയ 1%-ന്റെ പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം ഞാനതിപ്പോഴും നമ്മൾ തുടക്കത്തിലൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മൾ കൃത്യമായി വെച്ചതാണ്. അപ്പോൾ ഇന്നും പറയാണ്, അതായത് നമ്മൾ എഫ്എക്സിന്റെ അൾട്ടിമേറ്റിസം തൊടണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ആ 1%-ന്റെ പ്ലാനിലൊക്കെ നമ്മൾ കയറി, അത് നമ്മൾ ആരും എന്താക്കണ്ട. ഇപ്പൊ നമുക്കിവിടെ മൈൻഡ്ഫുൾ റൂളിലൂടെ പോകുമ്പോൾ നിങ്ങൾ എന്താണ് സഞ്ചരിച്ചെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങളുടെ കയ്യില് സക്സസിന്റെ ഫോർമുല, അതായത് ട്രേഡിങ്ങിന്റെ സിനാരിയോ നമ്മുടെ കയ്യിലുണ്ട്. ഇതില് പലർക്കും സംഭവിക്കണത് പിന്നെ എന്താണ്, എവിടെയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിന്റെ പിന്നാലെയൊക്കെ പോയിട്ട് നമ്മൾ ഏതൊക്കെ സ്ട്രാറ്റജിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തുടക്കത്തിൽ കിട്ടിയ ആ ഒരു ഡിസിപ്ലിൻ അവിടെ നമ്മൾ നഷ്ടപ്പെടുത്തും. അതായത് നമ്മൾ സിഗ്നൽസിന്റെ പിന്നാലെയും അതുപോലെ തന്നെ വർക്കിംഗ് ആവുന്ന കുറെ സ്ട്രാറ്റജിന്റെ പിന്നാലെ പോയിട്ട് ഒരിക്കലും ആവൂല എന്ന് എടുത്തുന്ന ആ സാധനത്തിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തുടക്കത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത ഒരു മൈൻഡ്ഫുൾ സെഗ്മെന്റ് പലരും എന്താവുന്നുണ്ട്, ഒരു പകുതി അല്ലെങ്കിൽ ലൈവിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കളയുന്നുണ്ട്. അതൊരിക്കലും എന്താവരുത്.
എന്താവരുത്, നമ്മൾ ഇപ്പൊ നമുക്ക് ഏതാണോ വർക്കബിൾ ആയ സാധനം, അത് ചിലപ്പോൾ ഇവിടുന്ന് പഠിച്ചതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും പഠിക്കുന്ന സംഗതികളാവാം. ഞാൻ എപ്പോഴും പറയണം, നമ്മൾ ടെക്നിക്കലി ഒരിക്കലും നമുക്ക് 100% സാറ്റിസ്ഫിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. അത് എവിടുന്ന് ഒരാൾക്ക് ഒരിക്കലും പറ്റില്ല. കാരണം നമുക്കറിയാലോ, ലാസ്റ്റ് ഗോൾഡ് ഒക്കെ കയറിപ്പോയതും, അതായത് മാർക്കറ്റിന് ഒരിക്കലും നമ്മളെ കൺട്രോളിൽ വരുത്താൻ പറ്റില്ല. നമുക്ക് നമ്മളെ ക്യാപിറ്റലിനെയും നമ്മളെ സിസ്റ്റത്തിനെയും നമുക്ക് നമ്മളെ കൺട്രോളിൽ വെക്കാനേ പറ്റുള്ളൂ. അപ്പൊ അത് ഉള്ളതിന് ശേഷം നമ്മൾ ഏത് സ്ട്രാറ്റജി, ഇപ്പൊ നമ്മൾ വെറും സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം നോക്കി ചെയ്യുന്ന ആളാണെങ്കിലും ഏതെങ്കിലും ഒന്നിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സൂപ്പറാവാൻ ശ്രമിക്കുക. പലതിന്റെ പിന്നാലെ പോയിട്ട് ഒന്ന് പോയി നമ്മൾ വർക്കൗട്ട് ആവുന്നില്ല, മറ്റേതിന്റെ പോകുന്നു, പിന്നാലെ പോകുന്നു, നമ്മൾ കുറെ ക്യാൻഡിൽസിന്റെ പിന്നാലെ പോകുന്നു, പിന്നെ പുതിയ സാധനങ്ങൾ പഠിക്കാൻ പോകുന്നു. അങ്ങനെ പോയി എന്താവരുത്, നമ്മൾ ഒരിക്കലും അതിന്റെ പിന്നാലെ പോകുന്നവരായി മാറരുത്. നമ്മളെ സക്സസ് എന്ന് പറയുന്നത്, ട്രേഡിംഗിൽ സക്സസിന് ഒറ്റ ഫോർമുല, മൈൻഡിനെ നമ്മളെ കൺട്രോളിൽ എത്തിക്കുക. അതല്ലാതെ വേറെ എന്ത് സംഭവിച്ചു, കാരണം നിങ്ങൾ ആരോട് ചോദിച്ചാലും, അല്ലെങ്കിൽ സക്സസ് ഫോർമുല, അല്ലെങ്കിൽ ഇപ്പൊ പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്ന മില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന അവരൊക്കെ പറയാറുള്ളത്, നമുക്ക് സക്സസിന് ഒരൊറ്റ ഫോർമുലയുള്ളൂ. അതായത് നമുക്ക് ഇവിടെ എന്ത് വേണം, നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്കൊരു ഡിസിപ്ലിൻ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. സോ അതിന് അക്കാദമി നമ്മളൊരു പുതിയ പ്ലാനും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാന്നുണ്ട്, അതായത് പലർക്കും ഇവിടെ നമ്മളെ കൺട്രോളിൽ കിട്ടാത്തതുകൊണ്ടാണ് എന്താവുന്നത്, നഷ്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോകുന്നു, ഡെമോയിലാണെങ്കിലും ലൈവിലാണെങ്കിലും. അപ്പൊ അതിനെന്ത് വേണം, ഞാൻ പറഞ്ഞല്ലോ 21 ഡേയ്സ് എങ്കിലും നമ്മളൊരു സിസ്റ്റത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ആ പാറ്റേൺ നമ്മളെ സ്വഭാവത്തിന്റെ ഭാഗമാവും, നമ്മളെ ഇതിന്റെ ഭാഗം. അപ്പോൾ ഡിസിപ്ലിൻ മോഡലായിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി അടുത്ത ഒരാഴ്ച ഉള്ള ന്യൂസുകൾ ഇന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കുക എന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്, ഈ വീക്കിന് എത്ര പ്രോഫിറ്റ്, ഇപ്പൊ ഡെമോ ആയിക്കോട്ടെ റിയൽ ആയിക്കോട്ടെ, ഈ വീക്ക് നിങ്ങൾ എടുക്കേണ്ട എമൗണ്ട് ഇന്ന് തീരുമാനിക്കണം. ചാറ്റ് ബോക്സിൽ എഴുതിക്കോളൂ, ഞാനിപ്പോ സെഷനിൽ ചോദിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഈ നെക്സ്റ്റ് വീക്ക്, അതായത് അടുത്ത തിങ്കൾ മുതൽ വെള്ളി വരെ, നിങ്ങൾ ലൈവ് നിന്നാണെങ്കിലും ഡെമോ നിന്നാണെങ്കിലും എടുക്കേണ്ട ടാർഗറ്റ് എമൗണ്ട് ഇപ്പം ചാറ്റ് ബോക്സിൽ എഴുതാം, റൈറ്റ് നൗ. കാരണം പലരും തോന്നിയ പോലെ ഒരു ദിവസം വലിയ പ്രോഫിറ്റ് എടുക്കുന്നു, ഒരു ദിവസം കൊണ്ട് നന്നായി കളയുന്നു, അങ്ങനെ പലതും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഡെമോയിലുള്ളവരാണ്, ലൈവിലുള്ള, യെസ് ഷഫീർ ഭായ് ഇവിടെ ഉണ്ടല്ലേ, ഷഫീർ ഭായ് ലൈവിലുള്ളതാണ്. യെസ്, $500 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഷഫീർ ഭായ് ഒന്ന് ഓഡിബിൾ ആകാൻ പറ്റുമോ? ലാസ്റ്റ് വീക്ക് എനിക്ക് തോന്നുന്നു $3,000 അടുത്ത് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടല്ലേ കഴിഞ്ഞ മാസം, 2 വീക്കിന്റെ ഇടയിൽ. ഓഡിബിൾ ആകാൻ പറ്റുമോ? യെസ്. എങ്ങനെയുണ്ടായിരുന്നു ഫീലിങ്സ്? 2000 സംതിങ് എടുത്തല്ലേ വിഡ്രോവല്? ആക്ച്വലി 2000 മുകളില് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാറിന്റെ ഒരു 21 ഗോൾഡൻ റൂൾസ് ഞാൻ അത് എന്താ പറയാ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ചെറിയൊരു പണിഷ്മെന്റ് കിട്ടി. അതുകൊണ്ട് അൽഹംദുലില്ലാ, എന്നാലും കുഴപ്പമില്ല, $1,600 എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. പ്രോഫിറ്റ് ആണ്. 1,500 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മള് ഒരു 10-20% മുകളിൽ പോയില്ല അല്ലെ? 20 മുകളിൽ പോയില്ല ടു വീക്കില്. അതായത് എനിക്ക് തോന്നുന്നു 2-3 വിഡ്രോലൊക്കെ കൊടുത്തു. ഈ ലാസ്റ്റ് 2 വീക്കിന്റെ ഇടയിൽ എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പൊ? അതായത് റൂള് ബ്രേക്ക് ചെയ്യാതെ പോയപ്പോൾ അനുഭവം എന്ന് പറയോ? കാരണം പലരും എന്താവുണ്ട്, പലർക്കും റൂള് ബ്രേക്ക് ചെയ്ത് നോക്കുക എന്നൊക്കെ തോന്നലൊക്കെ ഇങ്ങനെ, അത് അനുഭവസ്ഥർ പറയുമ്പോ ഒന്നും കൂടി ഇതാവുമല്ലോ. റൂള് ബ്രേക്ക് ചെയ്യുന്ന വെച്ചാൽ അത് നമ്മൾ എന്താ പറയാ, രാജധാനി എക്സ്പ്രസിന് അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ ഉള്ള എന്താ പറയാ വന്ദേ ഭാരതിലൊക്കെ മുന്നിൽ പോയി ചാടുമ്പോഴത്തെ അവസ്ഥയാണ്. പിന്നെ ഒരിക്കലും സാർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ ലോട്ടില് ഒരു മൈൻഡ്ഫുൾ കൊണ്ടുവരിക എന്നുള്ള കാര്യം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിലെന്തെങ്കിലും ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ടി വരും. അപ്പോ ഈ 21 റൂൾസ് നമ്മൾ ശരിക്കും പാലിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കൊണ്ടുപോകാൻ പറ്റും. യെസ് ഗുഡ്. പ്രോഫിറ്റ് ഒക്കെ എടുത്ത് അതായത് നമ്മള് 2 വീക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ എടുത്ത് പോകുന്നു. അപ്പോൾ ഇനിയും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും എന്താവരുത്, ഓവർ കോൺഫിഡന്റോ കാര്യങ്ങളോ ആവരുത്. പെട്ടെന്ന് നമ്മൾ ക്വിക്ക് അല്ലാത്ത രീതിയിൽ നമ്മളെ എമൗണ്ട് മൊത്തം നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഫേസ് എന്താക്കാം, കുറച്ചൊന്നും, അതിപ്പം നമ്മൾ ലേമെന്റേഴ്സ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മളെ സെക്കൻഡ് ഫേസ് ഒരു ലെവൽ ഉണ്ട്. അതായത് നമ്മളെ എമൗണ്ട് മൊത്തം എടുത്തതിന് ശേഷം നമ്മൾ എന്താവാറുണ്ട്, കുറച്ച് ലോട്ടൊക്കെ കൂട്ടിയിട്ടുള്ള, അതായത് നമ്മൾ അന്നേരം ഫുൾ കോൺഫിഡന്റ്. ഇപ്പൊ തന്നെ ഷഫീർ ഭായ് കുറച്ച് കോൺഫിഡന്റ് വന്നില്ല, അതായത് നമ്മൾ 20-25% ഒക്കെ റിട്ടേൺ എടുത്തപ്പോ? ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അതൊരു മൈൻഡ്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. കാരണം ക്യാപിറ്റൽ ഇത്ര ഉണ്ടായാൽ തന്നെ
ഈ 0.01 അല്ലെങ്കിൽ 0.2 അതെ അതെ മാക്സിമം ആ ഒരു ലെവൽ പോകുമ്പോൾ നമുക്ക് അതെ ഇനിയിപ്പം എനിക്ക് മാർക്കറ്റ് ഷഫീർ ഭായിയുടെ നമ്മുടെ ഓപ്പോസിറ്റ് അതെ മെത്തേഡ് നമ്മുടെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പിന്നെ യെസ് പറഞ്ഞോളൂ. മാർക്കറ്റ് നമ്മുടെ ട്രെൻഡ്, അതായത് നമ്മുടെ ട്രെൻഡ് അഗേൻസ്റ്റ് മാർക്കറ്റ് പോയപ്പോഴും നമുക്ക് പാനിക് ആവേണ്ട ആവശ്യം വരില്ല. കാരണം നമുക്ക് ഒത്തിരി നേരം കിട്ടും അത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. യെസ് 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 അപ്പം പിന്നെ വേറെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ സ്റ്റോപ്പ് ലോസിനുള്ള സംഭവം ഇട്ടില്ലെങ്കിൽ അതും വലിയൊരു തലവേദനയുള്ള കേസാണ്. അതും എപ്പോഴും നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം സ്റ്റോപ്പ് ലോസ് വെച്ച് കളിക്കാനുള്ള. കാരണം അതെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ നഷ്ടം, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു വീക്കിൽ ഇത്ര റിസ്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അത് പ്ലാൻ ചെയ്ത് ഓക്കെ, കച്ചവടമാണ്, കച്ചവടത്തിൽ ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു നഷ്ടത്തിലേക്ക് മാത്രം പോകും. അതേസമയം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൈവിട്ട് പോവുകയും ചെയ്യും. യെസ് എനിക്ക് ഷഫീർ ഭായിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സംഗതികൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്ന് പിന്നെ ഡെയിലി ക്ലോസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതായത് പിന്നെ ഡെയിലി ഇറങ്ങി വരാൻ ശ്രമിക്കാറ്. പിന്നെ അതുപോലെ തന്നെ 5,000 എബോ ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് പിന്നെ ചെറിയ ലോട്ട് എടുത്ത് കഴിയുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നന്നായിട്ട് പിന്നെ മാർക്കറ്റിൽ കിട്ടാറുണ്ട് അല്ലെ. ക്യാപിറ്റൽ ഒരു 5+ ഉള്ളത് കൊണ്ട്. അതെ അതെ, അത് കിട്ടുന്നുണ്ട്. $5,000 ആണോ? 5,000 എബോ ഉണ്ട് തോന്നുന്നു അല്ലെ ഷഫീർ ഭായ്? 9,000 ആയിരുന്നു. ഇപ്പൊ അതിൽ ഞാൻ 2,000 വിഡ്രോ ചെയ്തത്. കാരണം വെച്ചാല് 9,000 ഇടാൻ കാരണം ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയിട്ട് ഞാൻ സഫ്നാസിനെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പൊ സാർ പറഞ്ഞു കുറച്ച് ഫണ്ട് ഉണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് ആയിട്ട് വെച്ചേക്ക്, കാരണം എന്തായാലും ഗോൾഡിൻ പ്രൈസ് ഉയരും, പക്ഷെ എന്തായാലും നമുക്കൊരു മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെച്ചേക്ക്, എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചെടുത്തേക്കെന്ന് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ കുറച്ച് എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചെടുത്തു അതില്. ഇപ്പം 7,000 ആണ് എന്റെ ക്യാപിറ്റൽ ഉള്ളത് അതിലുള്ള. ഓക്കെ, അപ്പൊ 7 ആണെങ്കിൽ ഇപ്പൊ എബോ 5 ആണെങ്കിൽ നമ്മൾ എപ്പോഴും 0.05 ഉള്ളിലുള്ള ലോട്ട് എടുക്കുമ്പോൾ 0.01 ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ സേഫ് ആണ് അവിടെ. പിന്നെ അത് പലരും പിന്നെ ചേർന്ന് ഇപ്പൊ ഞാൻ 1,000 ഇറങ്ങിയിട്ട് 0.01 അത് നമ്മൾ എന്താണ് നമ്മളിങ്ങനെ നമുക്ക് ഒരിക്കലും $10 കിട്ടിയാല് ഞാൻ ഉറപ്പിച്ചു എന്താവാൻ പറ്റില്ല, $10-20 കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫിക്കേഷൻ കിട്ടില്ല. കാരണം നമ്മളെ മൈൻഡും പൈസയും തമ്മിൽ എന്തുണ്ട് പിന്നെ കണക്ട് ഉണ്ട്. ഒരാൾക്കും ഇപ്പൊ നമ്മള് FD വേണേ നമുക്ക് ചിലപ്പം ഒരു വർഷം 6% നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾക്ക് പിന്നെ ഒരു ദിവസം $1,000 കൊണ്ട് 10 കിട്ടിയാല് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. അതിപ്പം ഞാനിപ്പം 2,000+ സ്റ്റുഡൻസിനെ കണ്ടിടത്തോളം പലപ്പോഴും നമ്മൾ കാണുന്നത് അവർക്കൊന്നും എന്താക്കാൻ പറ്റത്തില്ല, അതില് സാറ്റിസ്ഫിക്കേഷൻ പറ്റണില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെറുതില് വലുതെടുക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി ഇപ്പൊ ഷാജിയേട്ടനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗാമ്പിളായി. അതായത് ചെറുതിട്ട് വലുതെടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഔട്ടായി പോകും. അപ്പൊ അതിനെന്താവരുത് ശ്രമിക്കരുത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ക്യാപിറ്റൽ ഇപ്പൊ എല്ലാവർക്കും ആ കപ്പാസിറ്റി കാര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ എന്നാലും എന്ത് ശ്രമിക്കുക, നമ്മൾ ഇനഫ് ക്യാപിറ്റലില് പിന്നെ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ എന്താക്കണം, നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. അത് 1000-ൽ 10 എടുത്താൽ ഞാൻ നിർത്തണം മോനെ, ഇതെന്റെ പിന്നെ ജീവിതം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തുണ്ടായിരിക്കും, ഇപ്പൊ നേരത്തെ ഷഫീർ ഭായിക്ക് പറഞ്ഞ പോലെ നമ്മൾ രാജധാനിക്ക് മുന്നിൽ നിൽക്കുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകും. അതെന്താക്കണം, നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. സോ ആ ഒരു ഫോർമുല ബ്യൂട്ടിഫുൾ ആയിട്ടൂടെ പിന്നെ ഷഫീർ ഭായ് പിന്നെ നെക്സ്റ്റ് വീക്കും പിന്നെ നല്ല സെറ്റായി ബ്യൂട്ടിഫുൾ ആയിട്ട് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. പിന്നെ എനിക്ക് പിന്നെ ഞാനത് ഓപ്പൺലി പറയുന്നുണ്ടെന്ന് പിന്നെ വിചാരിക്കരുത്. കാരണം പിന്നെ ഷഫീർ ഭായ് ഒരു പിന്നെ ഇന്റൻഷൻ ഫസ്റ്റ് അത് എനിക്ക് ഒരൊറ്റ സ്റ്റുഡന്റ് കേട്ടോ, എനിക്ക് ഭയങ്കര ഞാനത് പിന്നെ വിത്തൗട്ട് യുവർ പെർമിഷൻ പറയാണ്. അതായത് പിന്നെ ട്രേഡിംഗിൽ ഒരു പ്രോഫിറ്റ് ആയാലും ഒരു പെർസെന്റേജ് ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കൂ എന്നുള്ള തീരുമാനം എന്നോട് ഇത് പറയുന്നു, പുറത്ത് പറയരുത് എന്നുള്ളൂ. പക്ഷെ ഞാനത് സക്സസ് ഫോർമുല ആയിട്ട് ആൾക്ക് കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നിയാണ്ടാണ്. ഇപ്പൊ പിന്നെ ഷഫീർ ഭായിക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഞാൻ പറയാണ്. അതായത് ആള് എന്തുണ്ട് പിന്നെ ഒരു പ്രോഫിറ്റ് ആകുമ്പോൾ ഒരു പെർസെന്റേജ് എന്താക്കുന്നുണ്ട് അവളുടെ പിന്നെ നല്ല സംഗതികൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നത് പിന്നെ അത് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതിന്റെ ഒരു പിന്നെ ഒരു ഗുഡ്നെസ് ട്രേഡിംഗിൽ ആൾക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതൊരു സ്പിരിച്വൽ സൈഡാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഷഫീർ ഭായ് അതില് പിന്നെ എനിക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണ്. അതായത് പിന്നെ നമ്മൾ ഇവിടുന്ന് ബിഗിനറായി വന്നു, സ്കില്ല് പഠിച്ചു, നിങ്ങൾ സ്കില്ല് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ആ പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജ് സംതിങ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദെൻ പിന്നെ വേറൊരു പിന്നെ ഒരു ചാരിറ്റി അല്ലെങ്കിൽ പിന്നെ ഒരു
പിന്നെ പാവപ്പെട്ട ഒരു സംഗതികൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടാന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റ് ആണ്, അത് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അത് ഞാൻ പേഴ്സണലി ഞാൻ ഭയങ്കര അതിൽ അഭിമാനിക്കുന്നു. കാരണം നമ്മളൊരു സ്റ്റുഡന്റ് ഇപ്പൊ ഞാൻ ചെയ്യാന്നുള്ളത് ഇപ്പൊ എന്റെ ഉത്തരവാദിത്തം, പക്ഷെ നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഐ റിയലി പ്രൗഡ് ഓഫ് യു. അത് പറ്റുന്നവരൊക്കെ എന്താക്കണം, അതിപ്പോ ചെറുതാണ്. ഇപ്പൊ നമ്മൾ $1000 ഇറങ്ങി അല്ലെങ്കിൽ ഒരു $5000 നമ്മളൊരു $200 വിഡ്രോ എടുത്തിട്ടുണ്ടെങ്കിലും അതിലൊരു 1000 റുപ്പീസ് എങ്കിലും നമ്മൾ എന്താക്കണം, നമ്മളെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കുടുംബത്തിലുള്ള ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താവണം, നമ്മൾ ഇതിന്റെ അംശം നമ്മൾ മാറ്റി വെക്കാൻ ശ്രമിക്കും. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും, ട്രേഡിങ്ങിൽ നമ്മൾ പോലും അറിയാതെ ഒരു സ്പിരിച്വൽ എനർജി അവിടെ വർക്കൗട്ട് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതിന്റെ വിക്ടിംസ് കുറെ പേരുണ്ട്. ഞാൻ പിന്നെ പലരും അത് പബ്ലിക് ആക്കാത്ത അവരുടെ പ്രൈവസി ഇഷ്യൂസ് ഒക്കെ പിന്നെ മാനിച്ചുകൊണ്ടാണ്. സോ നമുക്ക് എന്ത് വേണം, അടുത്ത 1% പ്ലാന് സെക്കൻഡ് ഫേസിലോട്ടേക്ക് നമ്മൾ എത്തിക്കണം. പലരും ഇപ്പൊ ഡെമോയില് നമ്മൾ പിന്നെ പല സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഞാനും എന്റെ കുട്ടികളും എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ അക്കൗണ്ടും മാത്രമേ നിങ്ങൾ കണക്റ്റഡ് ഉള്ളൂ. അതായത് നമ്മൾ പലർക്കും സംഭവിക്കുന്നത് മറ്റൊരാളുടെ പിന്നാലെ പോയിട്ട് സംതിങ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. മറ്റൊരാളുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കും മാർക്കറ്റും തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ, ഒരു ലവ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് ഒരു സിംപ്ലിസി ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു ലവും ഒരു ഇഷ്ടമൊക്കെ എന്താണ് മാർക്കറ്റിന്. അത് ഗോൾഡിന് നമ്മൾ ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ട്രേഡിങ്ങിന് ഒരു ഇഷ്ടത്തോടു കൂടി നമ്മൾ പ്രണയിക്കുന്ന പിന്നെ സമയത്ത് നമ്മളൊരു ഡൊപ്പാമിനും കാര്യങ്ങളൊക്കെ വരുന്ന പോലെ ആ ട്രേഡിംഗ് ജേർണി എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ ചെയ്യുന്ന ജോബിനോട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനോട് നമ്മളൊരു പിന്നെ ആ സംഗതിനോട് ചെറിയൊരു ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ അതും നമുക്ക് റിഫ്ലക്ഷൻ വരാൻ തുടങ്ങും. കാരണം ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയാറ്, ഫസ്റ്റ് പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ ഫാമിലിന്റെ പുറം ഔട്ടിങ്ങിനും അല്ലെങ്കിൽ ഏറ്റവും സക്സസ് ആയ സംഗതികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും പിന്നെ നമുക്ക് എനർജി തരുന്ന സംഗതികൾക്ക് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് അതിന്റെ പിന്നിൽ രഹസ്യം അതാണ്. സോ നമ്മൾ ലവ് ദ ട്രേഡ്, ഇതൊരു പിന്നെ ബ്യൂട്ടിഫുൾ വേർഡാണ്, ലവ് ദ ട്രേഡ്. അതായത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ എഴുതിപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡ്രീം ഉണ്ട്. ആ ഡ്രീമൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മളെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്താക്കണം, കുറച്ച് സ്നേഹിക്കണം. സ്നേഹിച്ചാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, അത് നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കുള്ളൂ. കാരണം ഒരു പിന്നെ റിയാക്റ്റീവ് എനർജി അവിടെ വർക്കൗട്ട് ആവാണ്ട് മണിയുടെ സൈക്കോളജി പറഞ്ഞാൽ നമ്മൾ എന്താണ് അങ്ങോട്ട് കൊടുക്കുന്നത് അതേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ സോ വി ഷുഡ് ലവ് ദ ട്രേഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ മേഖലയെ എന്താക്കണം, ഇഷ്ടപ്പെടണം. കാരണം നമ്മളെ ചുറ്റിലൊക്കെ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യാം, ഒരു പുതിയൊരു ടൂളായിട്ട് ലവ് ദ ട്രേഡ്, നമ്മളെ സിനാരിയോസിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പിന്നെ ഈ ഒരു മേഖല നമ്മൾ ഇഷ്ടത്തോടു കൂടി പിന്നെ ഒരു നെഗറ്റീവ് എനർജിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങോട്ടും റിയാക്ഷൻ വരുന്നതും നമുക്ക് എന്തായിരിക്കും, പോസിറ്റീവായ സിനാരിയോ ആയിരിക്കും. അത് നിങ്ങൾ എന്താക്കാം മൈൻഡിൽ ശ്രദ്ധിക്കുക. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്താക്കാം അടുത്ത സെഗ്മെന്റിലും കാര്യത്തിലൊക്കെ ഞാൻ തരാൻ ശ്രമിക്കും. സോ പിന്നെ നമുക്ക് മാർക്കറ്റ് ലൈവിലുള്ളവരും ഡെമോയിലുള്ളവരൊക്കെ ഉണ്ട്. സോ പിന്നെ പരമാവധി എന്ത് ചെയ്യണം, പിന്നെ കുറെ കാലം ഡെമോയിൽ ചെയ്യുന്നവര് പിന്നെ പതിയെ ലൈവ് മെന്റേഴ്സിനെയൊക്കെ എടുത്തിട്ട്, എനിക്ക് ഒറ്റ കണ്ടീഷൻ ഇപ്പൊ ലൈവിൽ ഇറങ്ങുന്നതോടെ എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, റൂള് പാലിക്കുക, ലൈവ് മെന്റേഴ്സ് പറയുന്ന പോലെ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ വെരി 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 ഇതുള്ളവർക്ക് നമ്മൾ സിഗ്നൽസ് പിന്നെ നമ്മളെ മെന്റേഴ്സ് ഒക്കെ എടുക്കുന്ന സിഗ്നലുകൾ പ്രൊവൈഡ് ചെയ്തവർക്കാണ്. അത് വളരെ റയറസ്റ്റ് കേസിൽ മാത്രം. കാരണം അതിന്റെ ഹെഡേക്ക് നമ്മൾ എടുക്കാതിരിക്കണത് 9 തവണ പ്രോഫിറ്റ് ആയി 1 തവണ ലോസ് ആകുമ്പോഴും എന്തേലും സാറ് പറഞ്ഞിട്ടല്ലേ എന്നുള്ള ലോസിന്റെ ആ ടോക്കൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് അത്തരം ഇത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്നത്. അത് വളരെ ഇതായിട്ട് നിങ്ങളെ കൺസേണോടുകൂടി വേണമെങ്കിൽ എന്താക്കാം, പിന്നെ അവരുടെ ട്രേഡ്സും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെടാനൊക്കെ പറ്റും. അത് ആ ടൈമിനൊക്കെ നമ്മൾ എന്തായിരിക്കണം, അവൈലബിളും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ദെൻ നമ്മൾ ഒരു കാര്യം കൂടി, കാരണം പിന്നെ നമ്മൾ സെൽഫ് അനാലിസിസിലൂടെ പോയിട്ടുണ്ട്. ഞാൻ സക്സസിന്റെ ഫസ്റ്റ് ഫോർമുല പറയുന്നത് മൈൻഡിനെ നമ്മളെ കൺട്രോൾ എത്തിക്കുക എന്നുള്ളതാണ്. അത് എത്തിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ ടൂൾ, കാരണം നമ്മൾ സെൽഫ് അനാലിസിലൂടെ പോകുമ്പോൾ കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി എന്നും ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡിസിപ്ലിൻ ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് നമ്മൾ അടുത്ത ആഴ്ചക്ക് എടുക്കേണ്ട പിന്നെ പ്ലാന് നമ്മൾ സെറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ന്യൂസ് നമ്മൾ സെറ്റ് ചെയ്യും. സോ ഇനി മുതൽ നാളെ മുതൽ ഒരു ആക്ടിവിറ്റി, അതായത് ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. സോ പിന്നെ ട്രേഡ് എടുക്കുന്നതിനൊക്കെ മുന്നേ നമ്മളെ പിന്നെ സെൽഫിലോട്ടേക്ക് ഒരു പിന്നെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പവർ ആണല്ലോ നമ്മൾ ട്രേഡിലോട്ടൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ഒരു ബ്രീത്തിങ് എക്സസൈസ്, അതായത് പലർക്കും ഇപ്പം സെൽഫ് അനാലിസിന്റെ പല ടൂൾസും പരിമിതികൾ കൊണ്ട് ചിലപ്പോൾ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എന്താണ് പരിമിതികൾ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല, റൂമിലെ കൺജഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അഞ്ജല മാമിന്റെ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ്, കാരണം അത് ഹൈലി പെയ്ഡ് സാധനമൊക്കെയാണ്. ഞാൻ മാമിനോട് പറഞ്ഞു, കാരണം പലർക്കും എന്താവാറുണ്ട് മൈൻഡിൽ അത്യാവശ്യം പിന്നെ ചില കൺട്രോളൊക്കെ പോകുന്നവരുള്ളതുകൊണ്ട് എന്താക്കണം അടുത്ത വീക്കെൻഡ് സെഷനിലെ മാം അതൊന്ന് പിന്നെ അവർക്ക്
കുട്ടിക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്ന് നമ്മളിപ്പം ഒരു 2-3 മിനിറ്റ്സിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. സോ പിന്നെ ഒരു ബ്രീത്തിങ് ആ സെഗ്മെന്റ് നമ്മൾ ഒരു 3 മിനിറ്റ്സിൽ കൊണ്ടുപോയിട്ട് നമ്മളിനി അടുത്ത ഒരു 21 ഡേയ്സ് ഇത് നമ്മൾ പ്രാവർത്തികമാക്കണം. കാരണം നമ്മൾ ഈ ഫ്രീ സെഷനിൽ വന്നിട്ട് നിങ്ങളോട് ഇത് ചെയ്യണം എന്ന് പറയുന്നത്, കാരണം ട്രേഡിംഗിൽ ഒറ്റ പോയിന്റ്, സക്സസിന്റെ ഒറ്റ പോയിന്റേ ഉള്ളൂ, മൈൻഡ് നമ്മളെ കയ്യിൽ നിൽക്കുക. ആ മൈൻഡ് കയ്യിൽ നിൽക്കണ എന്ത് വേണം, നമുക്ക് നമ്മളെ അലൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ബ്രീത്തിങ് കറക്റ്റ് ആണ്. ബ്രീത്തിങ് കറക്റ്റ് ആണ്, എന്ത് വേണം, നമ്മൾ അവിടെ കൊടുക്കുന്ന സംഗതി റെഡിയാണ്. സോ അഞ്ജല മാം ഇവിടെ ഉണ്ട്. ഒരു 2-3 മിനിറ്റ്സിൽ നമ്മൾ ഒരു ടൈപ്പിൽ, കാരണം അത് നിങ്ങളിത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫീലിങ്സും കാര്യങ്ങളും മനസ്സിലാവും. സോ മാം ഒരു ഇന്റർനാഷണലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ബ്രീത്തിങ് മെത്തേഡ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അത് നാളെ മുതൽ നമ്മളത് റിപ്പീറ്റഡ്ലി മോർണിംഗിൽ എണീച്ചാലും, അതുപോലെ തന്നെ നമ്മൾ പ്രധാന ഡിസിഷൻ എടുക്കുന്ന സമയങ്ങൾ, ഒന്ന് ട്രേഡിൽ ഇറങ്ങുന്ന സമയം, അതുപോലെ തന്നെ നമ്മളെ വെരി പെർഫെക്റ്റ് ഡിസിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു 11 തവണ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താവേണ്ടത്, ആ ഡിസിഷൻ എടുക്കേണ്ടത്. ഇതൊരു സൈക്കോളജിക്കൽ ടൂളാണ്. സോ ഹാൻഡ് ഓവർ ടു അഞ്ജല മാം ഒന്ന് ഇവരൊന്ന് ഒരു സ്ക്വയർ ബ്രീത്തിങ്ങിലോട്ടേക്ക് ഒന്ന് കൊണ്ടുപോകാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സഫ്നൻ സർ. സോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ് മെത്തേഡിന്റെ പേരാണ് ബോക്സ് ബ്രീത്തിങ് മെത്തേഡ് എന്ന് പറയുന്നത്, ഓർ സ്ക്വയർ ബ്രീത്തിങ് എന്ന് പറയും. ഇത് നമ്മള് ഇത് ചെയ്ത് നമുക്ക് ക്ലാരിറ്റി കിട്ടും. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾ പാനിക് സിറ്റുവേഷൻ, ടെൻഷൻ ഒക്കെ അടിക്കുന്ന സമയത്ത് നിങ്ങളിത് യൂസ് ചെയ്താൽ എന്താവും, നിങ്ങൾക്ക് റിലാക്സ് ആവാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ആ ഒരു ഹൈപ്പർ ഹോർമോൺസിൽ നിന്നും കാം ഹോർമോൺസിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ആൻഡ് യു വിൽ ഗെറ്റ് ദ ക്ലാരിറ്റി. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. പതിയെ കണ്ണുകൾ അടക്കാം. ആൻഡ് നൗ ടേക്ക് എ ഡീപ് ബ്രീത്തിങ്. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് കൗണ്ട് 1, 2, 3, 4. 1, 2, 3, 4 എന്ന് കൗണ്ട് ചെയ്യുക. പോസ് യുവർ ബ്രീത്ത്. ആ ശ്വാസം പതിയെ അവിടെ പിടിച്ചു നിർത്താം. കൗണ്ട് 1, 2, 3, 4. ആൻഡ് ബ്രീത്ത് ഔട്ട്. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. കൗണ്ട് 1, 2, 3, 4. ആൻഡ് ബി കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഒന്നും ചിന്തിക്കാതിരിക്കുക. 1, 2, 3, 4. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And count 1, 2, 3, 4. Hold your breath. നിങ്ങളുടെ ശ്വാസം കുറച്ചു നേരം പിടിച്ചു നിർത്താം. 1, 2, 3, 4. And breathe out slowly. 1, 2, 3, 4. And be pause. ഒന്നും ചെയ്യാതിരിക്കുക. 1, 2, 3, 4. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. 1, 2, 3, 4 കൗണ്ട് ചെയ്യാം. And hold your breath. നിങ്ങളുടെ ശ്വാസം കുറച്ചു നേരം പിടിച്ചു നിർത്താം. And count 1, 2, 3, 4. And breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. And count 1, 2, 3, 4. And relax. 1, 2, 3, 4. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Count 1, 2, 3, 4. Pause your breath. ആ ശ്വാസം കുറച്ചു നേരം പിടിച്ചു നിർത്താം. And count 1, 2, 3, 4. And breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. Count 1, 2, 3, 4. And relax now. 1, 2, 3, 4. Again, take a deep breath in. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. And count 1, 2, 3, 4. And breathe out slowly. Count 1, 2, 3, 4. Again, take a deep breath in. Complete focus ആ ശ്വാസത്തിലേക്ക് മാത്രം കൊണ്ടുവരാം. 1, 2, 3, 4.
പോസ് യുവർ ബ്രീത്ത്. ആ ശ്വാസം കുറച്ചു നേരം പിടിച്ചു നിർത്താം. 1, 2, 3, 4. Breathe out slowly. പതിയെ ശ്വാസം പുറത്തേക്ക് വിടാം. And count 1, 2, 3, 4. And relax now. 1, 2, 3, 4. കുറച്ചു നേരം ആ ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ ബ്രീത്തിലേക്ക്, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് കംപ്ലീറ്റ്ലി നിങ്ങൾ റിലാക്സ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഫീൽ ദാറ്റ് യു ആർ റിലാക്സിങ്. യുവർ മൈൻഡ് ഈസ് ഗെറ്റിംഗ് റിലാക്സ്ഡ്. നിങ്ങൾ കംപ്ലീറ്റ്ലി കൂൾ ആൻഡ് കാം ആവാണ്. യെസ് യെസ് യെസ്, യു ആർ റിലാക്സിങ്. യു ആർ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. ഇപ്പോൾ നിങ്ങൾ വളരെ ശാന്തനാണ്, കംപ്ലീറ്റ്ലി കാംഡ് ആണ്. നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഫ്രഷ് ആണ്. ഓക്കെ, യെസ്. Now slowly say that എനിക്ക് നല്ലൊരു ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ടേക്ക് എ ഡീപ് ബ്രീത്തിങ്. പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തോടാം. ആ ഒരു കോൺഫിഡന്റോട് കൂടി പതിയെ കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. യു ക്യാൻ ഓപ്പൺ യുവർ ഐസ് ആൻഡ് കം ബാക്ക്. Yes. Thank you. Thank you, ma'am. Okay, thanks so much. ഓക്കെ, സോ നമ്മൾ സ്ക്വയർ ബ്രീത്തിങ് ആണ് യൂസ് ചെയ്തത്. സോ നമ്മൾ പലപ്പോഴും ബ്രീത്തിങ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പം പിന്നെ ചിലർക്ക്, അതായത് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തവർ ചിലപ്പോൾ ചിന്തിക്കും എന്താണ് നിങ്ങളുടെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഇതെന്നൊക്കെ ചിന്തിക്കും. കാരണം നമ്മൾ പിന്നെ ലോകത്ത് പിന്നെ അത് അലോപ്പതി, ഹോമിയോ, എല്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ മേഖലയും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ അത് മെഡിറ്റേഷൻ വിൽ ബി നമ്മളെ റിഫോം ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ സൂപ്പർബാക്കി എടുക്കുന്നു. കാരണം ഒരു ഏത് ഒരു പിന്നെ ഒരു തിയോളജിയിൽ എന്തില്ല, എതിരഭിപ്രായങ്ങൾ ഇല്ല എന്നുള്ളതാണ്. സോ നമുക്ക് സക്സസിന്റെ ഒരു ഫോർമുലയിൽ പെട്ടൊരു സംഗതി. കാരണം നമ്മളിപ്പോ ലോകത്തുള്ള എല്ലാ മില്യനേഴ്സിനെ എടുത്ത് നോക്കിയാലും പിന്നെ അവിടെയൊക്കെ ഇപ്പൊ ഞാൻ വായിച്ച ഒരു ഒട്ടുമിക്ക പുസ്തകത്തിൽ അവരൊക്കെ ആഴ്ചയിലല്ല മാസത്തിൽ ഒരു ദിവസം കംപ്ലീറ്റ്ലി മാറി നാച്ചുറൽ പോയിട്ട് എന്താ പറയുന്നത് പിന്നെ മെഡിറ്റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ ഡിറ്റോക്സ് ചെയ്ത് നമ്മൾ പുറത്തുള്ള ഉള്ളിലുള്ള സംഗതികളൊക്കെ പുറത്തു തള്ളിയിട്ട് പുതിയൊരു എനർജി ബിൽഡ് ചെയ്തിട്ടാണ് വരിക. കാരണം നമ്മൾ എത്ര പെർഫെക്റ്റ് ആയാലും ചിലപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കിട്ടുന്ന സംഗതികൾ ചിലപ്പോൾ എന്തുണ്ടാവും, പിന്നെ നമുക്ക് നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായിരിക്കും നമ്മളെ പോസ്റ്ററായിട്ട് നമ്മൾ വരിക, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നുള്ള ആകത്തുക അതായിരിക്കും നമ്മളെ കാണിക്കാം. അപ്പൊ അതിൽ നമ്മൾ മാറണമെങ്കിൽ എന്ത് വേണം, അതിന്റെ മുകളിൽ നിൽക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു സംഗതി വരുമ്പോഴും പിന്നെ അതിനെ തരണം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാവും, പിന്നെ നമ്മളവിടെ ലൈഫിൽ ഫെയിലിയർ ആവാണ്. അപ്പോൾ അതൊക്കെ മൈൻഡിനെ നമ്മളെ കൺട്രോളിൽ എത്തിച്ചാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. അപ്പൊ അതിനെ എത്തിക്കണമെങ്കിൽ ഏറ്റവും പവർഫുൾ ടൂളാണ് മെഡിറ്റേറ്റ് ചെയ്യാന്നുള്ളത്. സോ അതിന്റെ വിവിധ വശങ്ങൾ നമുക്ക് വരുന്ന സെഗ്മെന്റിലും കാര്യങ്ങളൊക്കെ നമുക്കത് ഉപയോഗപ്പെടുത്താം. പലരും അഞ്ജല മാമിനെ പേഴ്സണലൊക്കെ കണക്ട് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ മെന്ററിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. കാരണം ഈ കാലഘട്ടങ്ങളിലല്ല, നമ്മൾ സ്ട്രെസ്ഫുൾ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന് ഒരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് മെഡിസിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കുക. ആൻഡ് ദെൻ നമ്മളിപ്പോ ഈ ബാച്ചിലുള്ള ഇവിടെ ഉള്ള 50s, അതായത് റൂള് കഴിഞ്ഞ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, പിന്നെ പരമാവധി ലൈവിൽ ഇറങ്ങാൻ ഈ വീക്കിൽ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ പലരും ഞാൻ പേഴ്സണലി കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ഡെമോയിലാണെങ്കിലും ലൈവിലാണെങ്കിലും വീക്ക് ഹിസ്റ്ററി പലപ്പോഴും അയച്ചു തരാറില്ല. ഞാൻ എല്ലാ സാറ്റർഡേ സൺഡേ എന്താ പറയുക വീക്ക് ഹിസ്റ്ററി ചോദിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് എന്ത് വേണം, ഇപ്പൊ നിങ്ങൾ ഈ സെഷന് ശേഷം പിന്നെ നിങ്ങൾ സെർച്ച് സാർ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യേണ്ട UA നമ്പർ ഒന്ന് വാട്സ്ആപ്പ് ഇതിലൊന്ന് പിന്നെ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തേ. കാരണം പലരും ചിലപ്പോൾ സേവ് ഒക്കെ ചെയ്യാതെ നിന്നുണ്ടാവും. ഇപ്പൊ കണക്ട് ചെയ്തിട്ട് വീക്ക് ഹിസ്റ്ററി പിന്നെ കുറെ പേര് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യാത്തവർ എന്ത് ചെയ്യാം, ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് പിന്നെ എന്തുവാണ്, കാരണം ഞാൻ എപ്പോഴും പിന്നെ നിങ്ങൾ ലൈവിൽ ഇറങ്ങി നിങ്ങൾക്ക് നിങ്ങളെ മെന്റേഴ്സിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാച്ച് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ കുറെ കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ലൈവ് മെന്റേഴ്സ് ഒന്നും അവൈലബിൾ ഉണ്ടായിരിക്കില്ല. കാരണം നമുക്ക് പിന്നെ ഒരു ബാച്ച് കഴിഞ്ഞ് ഇപ്പൊ നാളെ ഒരു പുതിയ ബാച്ച് തുടങ്ങാണ്. അപ്പോൾ നിങ്ങൾ
നിങ്ങൾ ഒരു പിന്നെ ഒരു സക്സസ് ഫോർമുലയിലേക്ക് എത്തി അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ആണ്. നിങ്ങൾ അടച്ച ഫീസിന് അതിനൊക്കെ നമുക്ക് പിന്നെ ഒരു ഫസ്റ്റ് വിഡ്രോവൽ വരെയെങ്കിലും നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താവും, പിന്നെ നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ആണ്. കാരണം നമുക്ക് വേർത്തായി എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുകയാണ്. അപ്പോൾ അത് നിങ്ങൾ പിന്നെ കുറെ കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മെന്റേഴ്സിന്റെ അഭാവവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് വിഷമമായിരിക്കും. സോ നമ്മൾ അതുപോലെ തന്നെ നാളെ ഒരു പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും പരിചയത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ എന്താവാം, അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പുതിയ ബാച്ചിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മെന്റേഴ്സിനെ കണക്ട് ചെയ്തിട്ട് ഡാറ്റാസ് ഒക്കെ കൊടുത്തിട്ട് അവരെ ആ ബാച്ചിലേക്ക് പിന്നെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. സോ അത് നിങ്ങൾക്ക് നമ്മളോട് ചെയ്യുന്നൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും. നമുക്ക് നിങ്ങളൊക്കെ പഠിച്ച പോലെ തന്നെ എന്താവാം അവരും പഠിച്ചോളട്ടെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ. സോ പിന്നെ അതുപോലെ തന്നെ ലൈവിൽ ഇറങ്ങാൻ പെൻഡിങ് ഉള്ളവർ ഇന്ന് തന്നെ കണക്ട് ചെയ്തിട്ട് ബാക്കി പിന്നെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ എന്താകാം കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് പിന്നെ നെക്സ്റ്റ് വീക്കോ അല്ല അടുത്ത വീക്കോ ആയിട്ട് ഒന്നും കൂടി ഇരിക്കണം. കാരണം നമ്മൾ 1 മില്യൺ പിന്നെ ഒരു 1 ഇയർ കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട ഒരു പ്ലാൻ ഇങ്ങനെ വർക്കിങ്ങിലുണ്ട്. അപ്പൊ അത് ഇങ്ങനെ എന്താണ് പിന്നെ അതായത് ഒരു ചെറിയ എമൗണ്ട് കൊണ്ട് 1 മില്യൺ എത്തിക്കേണ്ട ഒരു സ്ട്രാറ്റജി ഇങ്ങനെ മേക്കിങ്ങിൽ ചെയ്യണം. ഇത് എങ്ങനെ പോയാലാണ് വർക്കിംഗ് ആക്കാന്നുള്ളത്. സോ അതെന്ത് വേണം, അതിങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് റെഡി ആകുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങളെ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതൊരു ചെറിയ എമൗണ്ട് കൊണ്ട് ഒരു 1 മില്യൺ എന്ന് പറയുമ്പോൾ ഒരു പിന്നെ എന്താണ് 1 മില്യൺ USD പറയുമ്പോൾ ഒരു 8-9 കോടി റുപ്യ നമ്മളത് നമ്മളെ ഈ സിസ്റ്റം ചെയ്യും. ഇപ്പൊ പിന്നെ ഒരു ഏതെങ്കിലും ഒരു പ്ലാൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ടൈം എടുത്തേക്കാം, എന്നാലും നമുക്ക് ടെൻഷൻ ഇല്ലാതെ മൈൻഡ്ഫുൾ ആയിട്ട് എത്തേണ്ട ഒരു പ്ലാനൊക്കെ ഇങ്ങനെ വർക്കിങ്ങിലുണ്ട്. സോ നമുക്ക് എന്താവാം അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പിന്നെ കണ്ടെത്തണം. അതിനു മുന്നേ എന്താവരുത്, നമ്മൾ പൈതിക്കുന്ന പിന്നെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും കുറഞ്ഞു പോയിട്ട് പിന്നെ കാരണം പലർക്കും പല അക്കാദമിക്കും പ്രീവിയസ് ബാച്ചിലെ കുട്ടികളെ പിടിച്ചിരുത്താൻ പേടിയാണ്. കാരണം അവരെന്തൊക്കെയോ പഠിച്ചിട്ട് എല്ലാവരും ഫെയിലായി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 80% ആൾക്കാർ മാർക്കറ്റിൽ ഫെയിലായി പോകുന്നുണ്ട്. പക്ഷെ പിന്നെ പലർക്കും അവരെ വിളിച്ചിരുത്താനൊക്കെ പേടി. ഇപ്പൊ ഇവിടെ നേരത്തെ വന്ന സംശയം 49ാമത്തെ ബാച്ച്, ഇന്ന് നാളെ തുടങ്ങാൻ പോകുന്ന 59ാമത്തെ ബാച്ചാണ്. അപ്പോ പിന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ കാരണം നമ്മളെ അസറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പിന്നെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നിങ്ങളെ എത്രമാത്രം ഇപ്പം വീണ്ടും അടുത്ത ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താവാ നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ ലൈവിലെ മെന്റേഴ്സിനെ നിങ്ങൾക്ക് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സോ എപ്പോഴും നമ്മളിവിടെ അവൈലബിൾ ആയിരിക്കും. സോ പിന്നെ നമുക്ക് എന്താ അടുത്ത ക്ലാസ് സെഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകും. എന്തെങ്കിലും പിന്നെ കൺസേണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്താക്കണം, നമ്മൾ പേഴ്സണലി എന്നെ കണക്ട് ചെയ്തിട്ട് പറയണം. സോ അതുപോലെ തന്നെ മറ്റൊരാളുടെ പൈസ വളരെ മറ്റൊരാളുടെ പൈസ നമ്മൾ കടായിട്ടും വാങ്ങിയിട്ടൊന്നും എന്താവരുത്, ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. സോ നിങ്ങളെ എമൗണ്ട് തന്നെ എന്താവണം ചെയ്യാൻ ശ്രമിക്കണം. കാരണം പലരും പല ബാച്ചിലും പിന്നെ ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്, പല ബാച്ചിലും എന്ത് സംഭവിച്ചിട്ടുണ്ട് പിന്നെ പല ബാച്ചിലും പിന്നെ അവര് പരസ്പര സ്റ്റുഡൻസ് അങ്ങനെ ഭയങ്കര കമ്പനി ആവുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ടൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നു. ഒരാൾ മറ്റൊരാൾക്ക് ട്രേഡ് ചെയ്ത് കൊടുക്കുന്നു, ഇവൻ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുന്നു, നമ്മൾ വന്നിട്ട് അതിൽ മീഡിയേറ്റർ ആവുന്നു, പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നു. സോ അങ്ങനെ എന്താവരുത്, അങ്ങനെ ആരും ചെയ്യരുത്. നമ്മൾ നിങ്ങളെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പോവാം. അപ്പൊ നമുക്ക് എന്താവാം നിങ്ങളെ പിന്നെ ഓക്കെ പിന്നെ വരുന്ന സെഗ്മെന്റുകൾ മറ്റുമൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ സി യു, ബൈ. നിങ്ങളെ പിന്നെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി പിന്നെ അറിയിക്കാം കേട്ടോ. ഗുഡ്. ഓക്കെ, താങ്ക് യു.